എന്നെ കേൾക്കാൻ ആരുമില്ല, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ലെന്ന് ഇങ്ങനെ മനസ്സിങ്ങനെ വിതുമ്പി പറയുന്ന സമയത്ത് മനസ്സിനോട് പറയണം, മനസ്സേ അങ്ങനെ പറയില്ല. നിന്നെ മനസ്സിലാക്കാത്തവരുടെ മുന്നിൽ പോയിക്കൊണ്ട് നിന്റെ ദുഃഖത്തിന്റെ പുസ്തകം നീ തുറക്കേ ചെയ്യരുത് പൊന്നെ. അങ്ങനെ തുറന്നാ അവരതിൽ വായിക്കിയ പരിഹാസത്തിന്റെ വരികൾ മാത്രമായിരിക്കും. അത് പിന്നെ കാലാകാലം നിന്നെ പരിഹസിക്കാനുള്ള വഴിയൊരുക്കുകയാ. പകരം നീ ഒറ്റക്കാണെന്ന് നിന്റെ മനസ്സിനോട് അങ്ങ് ബോധ്യപ്പെടുത്തി കൊടുക്ക്. യാഥാർത്ഥ്യം അത് തന്നെയാ, നീ ഒറ്റക്കാ, ആരുമില്ല. ജനിച്ചതും ഒറ്റയ്ക്ക്, മരിക്കുന്നതും ഒറ്റയ്ക്ക്, ജീവിക്കുന്ന ആ ഒരു സമയം അതും ഒറ്റക്കാണെന്നങ്ങ് പറഞ്ഞു പഠിപ്പിച്ചേക്ക്. ആ സമയത്ത് കിട്ടും ഒരു എനർജി മനസ്സിന്. അതെന്താ അറിയോ? ഈ തോണി മുങ്ങിപ്പോകാതിരിക്കുക എന്നുള്ളത് നമ്മുടെ മാത്രം അത്യാവശ്യമാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ ആഞ്ഞങ്ങ് തുഴയാൻ തുടങ്ങും പൊന്നെ. ആ തുഴച്ചിൽ നമ്മൾ കരകയറുമ്പാവേ എത്ര പ്രതിസന്ധി ഉണ്ടെന്നുണ്ടെങ്കിലും എത്ര സങ്കടം ഉണ്ടെന്നുണ്ടെങ്കിലും അതൊക്കെ അതിജീവിക്കും പൊന്നെ. കാരണം ഈ ആഞ്ഞ് തുഴയുന്നുണ്ട്, ആ തോണി മുങ്ങിപ്പോകാതിരിക്കാൻ നീ ശ്രമിക്കുന്നുണ്ട്, ഒരാളെയും നീ ആശ്രയിക്കുന്നില്ല. അതാണ് നമ്മുടെ വിജയത്തിന്റെ ആദ്യ കടമ്പ. വിജയിക്കും പൊന്നെ, കര കയറുക തന്നെ ചെയ്യും. തുഴഞ്ഞുടങ്ങുന്നത്.